കേരള വനം വന്യജീവി വകുപ്പ് എറണാകുളം ജില്ലാതല പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ കെ.എൻ. ഉണ്ണികൃഷ്ണൻ എം.എൽ.എ. നിർവഹിച്ചു. പള്ളിപ്പുറം കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടന്ന പച്ചക്കറി തൈ വിതരണത്തിന്റെ ഉദ്ഘാടനവും വിദ്യാലയ അങ്കണത്തിൽ വൃക്ഷത്തൈ നടുന്നതിന്റെ ഉദ്ഘാടനവും എം.എൽ.എ. നിർവഹിച്ചു. കേരള വനം വന്യജീവി വകുപ്പിന്റെ എറണാകുളം ജില്ലാതല പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ കെ.എൻ. ഉണ്ണികൃഷ്ണൻ എം.എൽ.എ. നിർവഹിച്ചു. പള്ളിപ്പുറം കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പച്ചക്കറി തൈ വിതരണത്തിന്റെ ഉദ്ഘാടനവും വിദ്യാലയ അങ്കണത്തിൽ ഫലവൃക്ഷത്തൈ നടുന്നതിന്റെ ഉദ്ഘാടനവും എം.എൽ.എ. നിർവഹിച്ചു. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എറണാകുളം മധ്യമേഖല ഫോറസ്റ്റ് കൺസർവേറ്റർ ഇന്ദു വിജയൻ IFS മുഖ്യപ്രഭാഷണവും കോട്ടപ്പുറം രൂപത എഡ്യൂക്കേഷണൽ ഏജൻസി ജനറൽ മാനേജർ റവറന്റ് ഫാദർ സിബിൻ കല്ലറക്കൽ പരിസ്ഥിതി ദിന സന്ദേശവും നൽകി. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന മരങ്ങൾ നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ നാട്ടിൽ, അതുപോലെ തന്നെ കാടുകളിലൊക്കെ വച്ചുപിടിപ്പിച്ചുകൊണ്ട് പ്രകൃതിയുടെ സംരക്ഷകരായിട്ട് മാറുവാനായിട്ട് ഈ പരിസ്ഥിതി ദിനം കാരണമാകട്ടെ. സിപി പള്ളിപ്പുറം ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ ഫെൻ ആന്റണി, പ്രധാന അധ്യാപകൻ സേവ്യർ പുതുശ്ശേരി, പള്ളിപ്പുറം കൃഷി ഓഫീസർ ആതിര ചന്ദ്രൻ, PTA വൈസ് പ്രസിഡന്റ് KN മുരുകൻ, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ CR സിന്ധുമതി എന്നിവർ സംസാരിച്ചു. നന്ദി പറഞ്ഞു എങ്കിലും എൻ്റെതായ രീതിയിൽ ഒരു ചെറിയ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം വളരെ ബൃഹത്തായ പദ്ധതികളായിരുന്നു നമ്മുടെ വിദ്യാവനവും അതുപോലെ നഴ്സറി യോജനയും. അത് സമീപത്തുള്ള വിദ്യാലയങ്ങൾക്കൊന്നും അത് ലഭിച്ചിട്ടില്ല. അപ്പോൾ അത് നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങളുടെ വിദ്യാലയം തെരഞ്ഞെടുത്തത് അത് ഞങ്ങളുടെ അഭിമാനമായിട്ട് ഞങ്ങൾ കണക്കാക്കുകയാണ്. ആ കാണിക്കുന്ന കരുതലിനും സ്നേഹത്തിനും നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോടും പ്രത്യേകിച്ച് അതിന് മുൻകൈയെടുത്ത് തന്ന് നമ്മുടെ സിന്ധുമതി മാഡമാണ്. ആ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഞങ്ങളുടെ വിദ്യാലയത്തിന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കാനായി. പെരുമ്പാവൂർ റേഞ്ച് ഓഫീസർ ലക്ഷ്മി A പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മാഗസിൻ പ്രകാശനവും ചടങ്ങിൽ നടന്നു. യോഗത്തിന് ശേഷം സിപി പള്ളിപ്പുറവും കുട്ടികളുമായുള്ള പരിസ്ഥിതി സംവാദവും നടന്നു. ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള രസകരമായ കഥകളൊക്കെ ഉണ്ടായി. ബഷീർ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ഇല്ലാത്തത്? ബഷീർ എന്ന് പറഞ്ഞാൽ ഈ മലയാള നാട് കണ്ടിട്ടുള്ള നമ്മുടെ ഏറ്റവും വലിയ മഹത്തായ നക്ഷത്രങ്ങളിൽ ഒന്നാണ് വൈക്കം മുഹമ്മദ് ബഷീർ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ?